മലയാളീസ് ഇന്ന് ആക്ച്വലി ഒരു മേക്കപ്പിന് പോവുകയാണ്. എനിക്ക് ഡയറക്റ്റ് വന്ന വർക്കാണ്. സോ ഓൾവേസ് സെറ്റ് യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെ നമ്മൾ യൂബർ വിളിക്കുകയാണെങ്കിലല്ലേ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തു, അത് ക്യാൻസലായി. ബിക്കോസ് ആൾ കുറച്ച് ലോങ്ങിലാണ് നിൽക്കുന്നത്. 20 മിനിറ്റ്സ് കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ബുക്ക് ചെയ്തു. അത് 8 മിനിറ്റ്സ് ആയിരുന്നു വെയിറ്റിംഗ്. ഹലോ മലയാളീസ്, ഇന്ന് ഒരു ബാപ്റ്റിസത്തിനാണ് പോകുന്നത്. ഫ്രെനി ബ്രദറിൻ്റെ വൈഫിന് പിന്നെ വൈഫിൻ്റെ സിസ്റ്ററുണ്ട്. അവർക്ക് 2 പേർക്കുമാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് പോയത്. 12 o'clock ആയപ്പോൾ ഞാൻ ഇറങ്ങി. കാരണം 1 hour ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി ബ്രദർ. പക്ഷേ ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി കാറിയിരുന്ന് കുടിച്ചു. ഫസ്റ്റ് ഞാനവിടെ എത്തിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ഭക്ഷണം കഴിച്ചോ എന്നായിരുന്നു. സൈഡിൽ ഒരു ഗ്രീൻ കളറിൽ ഒരു തോരൻ കാണും. ഞാൻ വിചാരിച്ചത് അത് നോർമൽ തോരനായിരിക്കും എന്നാണ്. പക്ഷേ അല്ല, പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു കറിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്തതുപോലെ എനിക്ക് തോന്നി. ഫുഡ് ഭയങ്കര ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് കഴിക്കേണ്ടി വന്നു. ആസ്വദിച്ചൊന്നും കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മേക്കപ്പ് പാക്കിൽ നിന്ന് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വച്ചപ്പോൾ തന്നെ കറണ്ട് പോയി. അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ വരും. ഹോളിൽ ഇരുന്ന് എന്നെ ബേസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. AC ഉള്ളൊരു റൂം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി നല്ലത് തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓടി എടുക്കുകയായിരുന്നു. എനിക്ക് ഒരു വീഡിയോ ഫുട്ടേജ് എടുക്കാൻ പറ്റില്ല. കുറച്ച് ഷോർട്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ ശരി, ഇവരുടെ ബാക്കി ഡീറ്റെയിൽസും അവിടുത്തെ ഫംഗ്ഷൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഹായ് 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 ഹായ്. കുട്ടികളുടെ ഫംഗ്ഷൻ അമ്മമാരെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കുട്ടികളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോവേണ്ടി വരും. അതുകൊണ്ട് സമയം വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ 2 പേരെയും മേക്കപ്പ് ചെയ്ത് ഹെയറും ചെയ്ത് 4 മണിക്ക് മുന്നേ തന്നെ ഫിനിഷ് ചെയ്തു. എല്ലാവരും തന്നെ തിരക്കിലായിരുന്നു. അപ്പോൾ പറ്റുന്ന അത്രയും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ റോളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിലും ചില റോളുകൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മകൾ, അമ്മ, സഹോദരി, ഭാര്യ, ഗ്രാൻഡ് മദർ, കുഞ്ഞമ്മ, ആൻറ്റി, അങ്ങനെ പല പല റോളുകളാണ്. എനിക്ക് ഓരോ റോളും ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണമെന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ഏതെങ്കിലും ഒരു റോള് നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. ഒരു വ്യക്തി ഒരച്ഛനോ അമ്മയോ ആകുമ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷം എപ്പോഴും നേരിട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു. എനിക്കറിയില്ല, അത് അടുത്ത് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ബ്യൂട്ടിയും അനുഭവിക്കാൻ കഴിയുന്നത്. എന്നെ അറിയാവുന്നവർക്കറിയാം, കോഫി വിത്ത് GK എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. സെലിബ്രിറ്റീസും എൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ലൈവ് ജേണിയാണ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. എല്ലാവർക്കും അവരവരുടെ മേഖലയെ പറ്റി കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിരിക്കുമല്ലോ ആഗ്രഹം. എനിക്കും അത് തന്നെ ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രോപ്പർ ലൊക്കേഷൻ വേണമായിരുന്നു, ഫർണിച്ചർ ഷോപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഫ്രെനി ബ്രദറാണ് എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നത്. ഇപ്പം എൻ്റെ സ്വപ്നമാണ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളിലും പരിശ്രമങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാണോ ആ സമയത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. പ്രൈസ് ലോർഡ്, എല്ലാം നടക്കട്ടെ. ഫ്രെനി ബ്രദർ പാർട്ട്ണർഷിപ്പിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഫാമിലി എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. അതിനുശേഷം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷന് വരുന്നത്. സ്ട്രോങ് ഡിസിഷൻ വിൽ ചേഞ്ച് എവറി വൺ ലൈഫ്. ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ ഒരു ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട് റിട്ടേൺ പോകാൻ. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അസിസ്റ്റൻറ്റുമായിട്ടല്ലല്ലോ പോകുന്നത്. ഇതെനിക്ക് ഇൻഡിവിജ്വലി വന്നൊരു വർക്കാണ്. 2 പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ എല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിൽ എനിക്ക് സംസാരിക്കാനുള്ള ടൈമില്ല. ആക്ച്വലി കുറച്ചും കൂടെ പോട്ടെ ഒരാളെയും കൂടെ കൊണ്ടുപോയി എനിക്ക് വീഡിയോ കുറച്ചും കൂടെ ഒന്ന് ഒരു
പ്രൊഫഷണൽ വേയിൽ എടുക്കണമെന്നുണ്ട്. എൻ്റെ മൈൻഡിൽ എപ്പോഴും എല്ലാം എനിക്ക് അങ്ങനെ എന്തും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതെൻ്റെ ഒരു ക്യാരക്ടറായിപ്പോയി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതേ വച്ച് ലഗേജ് എല്ലാം എടുത്ത് യൂബർ ബുക്ക് ചെയ്തപ്പോഴാണ് 20 മിനിറ്റ്സ് റീച്ചിങ് ടൈം കാണിച്ചത്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ചായക്കട കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ തോന്നി. എപ്പോഴും ഒന്നും കുടിക്കാറില്ല. അപ്പോൾ ബ്ലോഗാ ബ്ലോഗ് ടയേർഡ് ആവുമ്പം ശരിക്കും പറഞ്ഞാലേ നമുക്ക് മൈക്ക് എടുക്കുക വ്ളോഗ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടും നമുക്ക് മെന്റലി നമ്മൾ അൺബാലൻസ് ആയിരിക്കും. ടയേർഡ് ആവുന്ന സമയത്ത് ഭയങ്കര പാടാട്ടോ. ബട്ട് അതെല്ലാം ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. പോവുക, കിടക്കുക. പള്ളിയിലെ ഫംഗ്ഷൻ അല്ലാതെ തന്നെ അവർ ഓഡിറ്റോറിയത്തിൽ ഒരു കേക്ക് കട്ടിങ്ങും ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതുവരെ നിന്നില്ല. കാരണം നാളെ ഒരു വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം.